നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ ആദ്യ സൗഹൃദ മത്സരം ഇന്ന് അർജന്റീന കളിച്ചു. എതിരാളികൾ ഇക്കഡോർ ആയിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീന വിജയിച്ച് കയറിയപ്പോൾ അവരുടെ വിജയ ഗോൾ കണ്ടെത്തിയത് ആംഗേൽ ഡി മരിയ ആയിരുന്നു. ക്യൂട്ടി റൊമേറോയുടെ മനോഹരമായൊരു അസിസ്റ്റിൽ നിന്ന് സുന്ദരമായിട്ടുള്ള ഫിനിഷിങ്ങിലൂടെയാണ് ഡി മരിയ അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. കളിയുടെ ആദ്യ പകുതിയിൽ ലിയോ മെസ്സി കളിക്കാനുണ്ടായിരുന്നില്ല. രണ്ടാം പകുതിയിലാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. ഏതായാലും ഈ മത്സരത്തിൽ മോശമല്ലാത്തൊരു പ്രകടനം അർജന്റീന നടത്തി എന്ന് തന്നെയാണ് കോച്ച് ലയണൽ സ്കലോനിയും മറ്റു താരങ്ങളുമൊക്കെ കളിക്ക് ശേഷം വിലയിരുത്തിയത്. ഈ മത്സരത്തിലെ അർജന്റീൻ താരങ്ങളുടെ പ്ലെയർ റേറ്റിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ റേറ്റിംഗ് അർജന്റീൻ മാധ്യമം TYC സ്പോർട്സിൻ്റെതാണ്. അവരുടെ നിരീക്ഷണം അനുസരിച്ചിട്ടുള്ള റേറ്റിംഗ് ആണ്. ഗോൾ കീപ്പർ എമി മാർട്ടീനസ് വീണ്ടും ഒരു ക്ലീൻ ഷീറ്റ് അർജന്റീൻ ദേശീയ ടീമിന്റെ ജേഴ്സിയിൽ അദ്ദേഹം നേടുന്നു. അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 10-ൽ 6 ആണെങ്കിൽ ഡിഫൻസിൽ ഗോൺസാലോ മൊണ്ടിയിൽ നൽകിയിരിക്കുന്നത് 6 റേറ്റിംഗ് തന്നെയാണ്. ക്രിസ്ത്യൻ റൊമേറോ അദ്ദേഹം ഡിഫൻസിൽ നന്നായിട്ട് കളിച്ചു എന്ന് മാത്രമല്ല ആംഗേൽ ഡി മരിയയ്ക്ക് ഗോൾ അടിക്കാനുള്ള സുന്ദരമായിട്ടുള്ളൊരു അസിസ്റ്റ് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് 7 നൽകിയിരിക്കുന്ന റേറ്റിംഗ്. ലിസാൻഡ്രോ മാർട്ടീനസ് പരിക്കൊക്കെ മാറി അദ്ദേഹം അർജന്റീനയുടെ ഡിഫൻസിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് വീണ്ടും മാറുകയാണ്. 6 അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് എങ്കിലും മാർക്കോസ് അക്യൂഞ്ഞയ്ക്ക് നൽകിയിരിക്കുന്ന റേറ്റിംഗും 6. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ റോഡ്രിഗോ ഡി പോൾ അദ്ദേഹവും മികച്ച പ്രകടനം തന്നെ ഇന്ന് നടത്തിയിരുന്ന അദ്ദേഹത്തിന് റേറ്റിംഗ് 6. ലിയാൻഡ്രോ പെരേഡസ് അദ്ദേഹത്തിന് 6 റേറ്റിംഗ്. ജിയോവാനി ലോ ചെൽസോയുടെ റേറ്റിംഗും 6. ഇനി മുന്നേറ്റത്തിൽ ആംഗേൽ ഡി മരിയ അദ്ദേഹം ഇതാ വീണ്ടും അർജന്റീനയ്ക്കായിട്ട് ഗോൾ അടിച്ചിരിക്കുന്നു. ലിയോ മെസ്സി ഇല്ലായിരുന്നു, അത് ഓർക്കുക. അപ്പോൾ മുന്നേറ്റത്തിൽ ഹുലിൻ ആൽവേരസും ലൗട്രോ മാർട്ടിനസും ആംഗേൽ ഡി മരിയയുമാണ് കളിച്ചത്. എന്തായാലും ഡി മരിയയ്ക്ക് 8 കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. അദ്ദേഹമാണ് വിജയ ഗോൾ കണ്ടെത്തിയത്. മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് വന്നു. പിന്നെ ലൗട്രോ മാർട്ടിനസിൻ്റെ റേറ്റിംഗ് 6. ഹുലിൻ ആൽവേരസിന് കൊടുക്കുന്നതും 6. ഇനി എൻസോ ഫെർണാണ്ടസ്, ലിയോ മെസ്സി എന്നിവരുടെ റേറ്റിംഗ് കൂടി നോക്കാം. മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നു. അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് 6. എൻസോ ഫെർണാണ്ടസിൻ്റെ റേറ്റിംഗും 6. അപ്പോൾ ഇതാണ് ഇപ്പോൾ TYC സ്പോർട്സ് നൽകിയിരിക്കുന്ന റേറ്റിംഗ്. അതായത് പ്രധാനമായും അവരുടെ താരങ്ങൾക്കൊക്കെ 6 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റേറ്റിംഗ് എന്ന് പറയാനുള്ളത് ക്യൂട്ടി റൊമേറോയുടെ 7 അതോടൊപ്പം തന്നെ ആംഗേൽ ഡി മരിയയുടെ 8. അവർ രണ്ടുപേരുമാണ് ആ ഗോളിലേക്കുള്ള വഴി തുറന്നതും ഗോൾ അടിച്ചതും. എന്തായാലും അർജന്റീന ഇതാ കോപ്പ അമേരിക്ക കിരീടം നിലനിർത്താനുള്ള തങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരുക്കം ഗംഭീരമായി ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു സൗഹൃദ മത്സരമുണ്ട്. അത് ഗോട്ടിമാലയ്ക്കെതിരെ. അതോടുകൂടി അർജന്റീനയുടെ സ്ക്വാഡ് പൂർണ്ണമായിട്ടും കോപ്പ അമേരിക്കയ്ക്ക് സജ്ജമാകും. കോപ്പ അമേരിക്കയിലെ അവരുടെ ആദ്യ മത്സരം കാനഡയ്ക്കെതിരെയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.